പഠിക്കുവാനും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തെ ചൂഷകരിൽ നിന്നും മുക്തി നേടിക്കൊടുക്കുവാൻ വേണ്ടി അവർക്ക് പ്രധാനമായും സ്റ്റഡി ക്ലാസ്സുകളും അതുപോലെയുള്ള ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണങ്ങളും തീർച്ചയായും നടക്കണം. അതാണ് നമ്മുടെ പ്രധാന പ്രവൃത്തികളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുജനങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചൂഷിതരാകുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുവാനും അവർക്കെതിരെ ശക്തമായ മുന്നേറ്റം നടത്തുവാനും നമുക്ക് കഴിയണം. മുന്നേറ്റം മീൻസ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെയർമാൻ വളരെ സജീവമായി ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപക്ഷെ സാമ്പത്തികമായി യാതൊരു ഇടപാടുകളും നടത്താത്ത, യാതൊരു അനീതിയും നടത്താത്ത ഒരു സംഘടനയാണിതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വിജയകുമാരൻ നായർ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം, കഴിഞ്ഞ 12-13 വർഷങ്ങളായി വിജയകുമാരൻ നായർ ഇതിന്റെ ചെയർമാനാണ്. അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം കൈക്കൂലി അല്ലെങ്കിൽ അതുപോലെയുള്ള രീതികളിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാറില്ല, ആരുടെയും അത് വാങ്ങാറുമില്ല. അത് അദ്ദേഹത്തിന്റെ സ്വന്തമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവര് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഞങ്ങൾ ഉത്സുകരാണ്. കാരണം ഒരിക്കലും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ നിന്നു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കാര്യം, അതുകൊണ്ട് ഈ സംഘടന പഴയതിലേറെ ഊർജ്ജമായി മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി പറയുന്നു, ഈ സംഘടന എല്ലാ ജില്ലകളിലും അതിന്റെ പൂർണ്ണ വളർച്ചയിൽ തീർച്ചയായും മുന്നോട്ട് പോകുവാൻ ഇതിന്റെ സംഘാടകർ, എല്ലാ ജില്ലാ കമ്മിറ്റികളും, എല്ലാ താലൂക്ക് കമ്മിറ്റികളും, അതുപോലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി ഈ സംഘടനകൾ എല്ലാ സംസ്ഥാനങ്ങളിലും 14 ജില്ലകളിലും നമ്മൾ തീർച്ചയായും പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്കും, ജില്ലാ കമ്മിറ്റിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി തീർച്ചയായും സംസ്ഥാന കമ്മിറ്റിയും ഇതിൽ ഭാഗവാക്കാകണമെന്നതാണ് പരമപ്രധാനമായ കാര്യം. ഈ താലൂക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് ശേഷം തീർച്ചയായും അടുത്ത സ്റ്റെപ്പിൽ പഞ്ചായത്ത് കമ്മിറ്റികളും ഉണ്ടാക്കി ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ബാക്കി കാര്യങ്ങൾക്കും നമുക്ക് കഴിയണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കൂടുതൽ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. തീർച്ചയായും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കേരളത്തിലെ ഒരുപക്ഷെ മറ്റ് ഒരു സംഘടനയ്ക്കും ഇല്ലാത്ത ഇതുപോലെയുള്ള ഉപഭോക്തൃ സംഘടനകൾക്ക് ഒന്നിനും ലഭിക്കാത്ത ഒരു അംഗീകാരം കേരള സംസ്ഥാനത്തിന്റെയും ബാക്കി എല്ലാ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ള, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് CFK എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആൾക്കാർക്കും ഗുണഭോക്താക്കൾക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഘടനയായി ഇതിനെ വളർത്തിയെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.